ഹായ്, എല്ലാവർക്കും ഞാൻ സിജി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പോർക്കിൻ്റെയാണ് കേട്ടോ. പോർക്ക് നന്നായി കഴുകിയെടുത്ത് വെള്ളം വാലാനായിട്ട് വെക്കുക. അതായത് കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പേ മുഴുവനോടെ കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് വെക്കുക. അതിനുശേഷം ഇതാ ഞാനിത് എടുത്ത് ഇതുപോലെ പീസ് അതായത് സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് സ്പെഷ്യലാക്കുന്നത് അതാണല്ലോ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഇത് പോർക്കിന് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്, കറിക്കല്ല എന്ന് സാരം. നെയ്യുടെ കഷ്ണമുണ്ട്, ഇറച്ചിയുണ്ട്. ഇത് വലിയ നെയ്യല്ല കേട്ടോ അതിനകത്ത്, അതുകൊണ്ടാണ് അത്ര വലിയ പീസാക്കിയിട്ട് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇറച്ചിയുടെ പീസുണ്ട്. എല്ലാം ഇങ്ങനെ നമ്മുടെ കുറച്ച് വലുപ്പത്തിൽ നീളത്തിൽ ഒക്കെ ആയിട്ട് അങ്ങനെ എടുക്കും. അതിൻ്റെ കൂടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് വേണ്ട വിധം കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. പിന്നീട് അതിനകത്ത് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു പച്ചമുളക്, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു സാമാന്യം വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം, പിന്നെ മല്ലിയില. അത് വാടിക്കരിഞ്ഞതായതുകൊണ്ടാണ് വളരെ അവശതയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അതിൻ്റെ ഒരു പകുതി മുറിച്ച് വെക്കും, കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. അത് ചതച്ച് ഇടാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി കഷ്ണങ്ങളെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. സമയമെടുത്ത് അടുപ്പത്ത് വെച്ചെന്ന് വെച്ചാൽ വിറകടുപ്പിൽ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളകാണ് ഇടുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്, നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് കുരുമുളക് ചേർക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതും കൂടി ചേർത്ത് നന്നായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി. ഇതിനകത്തോട്ട് ഒട്ടും വെള്ളമേ ചേർത്തിട്ടില്ല. കുക്കർ അടച്ച് നമ്മൾ വെറുതെ വെക്കുക കേട്ടോ. ആദ്യമേ അതിൻ്റെ വിസിലിലെ വെയിറ്റ് നമ്മൾ ഇടണ്ട. അതിന് ശേഷം ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്, വലിയ വിസിൽ അങ്ങനെ കുറേ അടിച്ച് പോകണമെന്നൊന്നുമില്ല, ചെറുത് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. ഒരു വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒന്ന് എടുത്ത് ഇളക്കി നോക്കുമ്പോഴേക്കും ഒരു 3/4 ഭാഗവും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെക്കാം. ഒത്തിരി വെന്ത് പോകുന്നത് രസമില്ല. ഇതിന് ശേഷം വീണ്ടും തീ കത്തിച്ചിട്ട് ഞാൻ ക്യാരറ്റുകളെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റിനെ നന്നായിട്ട് ഇതിലേക്കിട്ട്, പിന്നെ നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി മാറ്റി വെച്ചിരുന്നില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് നന്നായി ഇടിച്ച് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അല്പം ഉപ്പും കൂടി ഇട്ട് ഇളക്കി സെറ്റാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മളിത് മൂടിയിട്ട് വിസിലിടണ്ട, അതായത് വെയിറ്റ് ഇടണ്ട, നമ്മൾ വെറുതെ വെക്കുക. ഒരു 5 മിനിറ്റ് സമയം ഇരുന്നാൽ മതി. ഇപ്പം ഇട്ടിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ആവാനാണ്. അത് 5 മിനിറ്റ് കൊണ്ട് വേകാനുള്ളതേ ഉള്ളൂ. അപ്പം നെയ്യിലൊക്കെ കിടന്ന് അവനങ്ങോട്ട് നന്നായിട്ട് വെന്തു. ഒന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും കണ്ടോ, എല്ലാം വെള്ളമൊക്കെ, ഒട്ടും വെള്ളമില്ല, ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി സെറ്റായി കേട്ടോ. അപ്പോൾ അങ്ങ് ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു. ഇതിനകത്ത് എന്തൊക്കെ ഇല്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മല്ലി, അങ്ങനെയുള്ള ഗരം മസാലകൾ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടു ഞാൻ ചേർത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് സവോളയും കൂടി മുറിച്ച് അതിനകത്തേക്കിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. അതെല്ലാം നമ്മുടെ വയറിന് പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ കൂട്ടാം, വേണമെങ്കിൽ. ഇത് മാത്രമായിട്ട് ഞാൻ കഴിക്കുക. എപ്പോഴും ഓരോ ഭക്ഷണങ്ങളും നമ്മൾ അത് തന്നെ കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഞാനിത് മാത്രമാണ് കുറച്ച് കഴിക്കുന്നത്. നമുക്ക് സെറ്റാണ്, ആവശ്യത്തിനുള്ളതായി. അപ്പം മസാലകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ വയറിന് കേടാവത്തില്ല. ഇത് വേറൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക, അടിപൊളിയാണ്. ക്യാരറ്റൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോസുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ അമർത്തുക.
അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. ഇതുപോലെ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.